ഏവർക്കും കേരള വിഷനിലേക്ക് സ്വാഗതം. ആത്മവിശ്വാസം മുതൽക്കൂട്ടാക്കി ആത്മാർത്ഥമായി അധ്വാനിക്കുന്ന ഏതൊരാൾക്കും സ്വന്തം സ്വപ്നങ്ങൾ നേടിയെടുക്കാമെന്ന് തെളിയിച്ച ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടാനാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അത് മറ്റാരുമല്ല, കഴിഞ്ഞ 25 വർഷങ്ങളായി ഇന്ത്യയിലും വിദേശത്തും വിജയകരമായി യാത്ര തുടരുന്ന J&A ബിസിനസ് ഗ്രൂപ്പിന്റെ ഓണർ ശ്രീ ജോയ് ജോൺ തുരുത്തിക്കര. സോ ഇതാണ് സാറിന്റെ ഒരു സ്വപ്ന ഭവനം അല്ലേ? തീർച്ചയായിട്ടും അത് സ്വപ്ന ഭവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ മുക്കും മൂലയും ഞാൻ തന്നെ മനസ്സിൽ രൂപപ്പെടുത്തിയ വിഷ്വൽസ് വെച്ച് ഉണ്ടാക്കിയ ഒരു ഭവനമാണിത്. അതെ, നമുക്ക് ഇവിടെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടാലോ? തീർച്ചയായിട്ടും അത് കാണുന്നതിന് വളരെ സന്തോഷമേ ഉള്ളൂ. സ്റ്റഡി അബ്രോഡ്, അക്കാഡമിക് ട്രെയിനിങ്, മൈഗ്രേഷൻ, കോൺട്രാക്ടിങ് ആൻഡ് ട്രേഡിംഗ്, മാൻ പവർ പ്ലേസ്മെന്റ് തുടങ്ങി നമുക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ സഫലമാക്കി തന്ന J&A ബിസിനസ് ഗ്രൂപ്പ് ഇന്ന് വിജയകരമായി 25 വർഷം പൂർത്തിയാക്കി. 2025 ഏറ്റവും മികച്ച സംരംഭകനുള്ള ബിസിനസ് ഇൻസൈഡ് മാഗസൈന്റെ അവാർഡും കരസ്ഥമാക്കിയിരിക്കുന്ന ഈ ഒരു അസുലഭ നിമിഷത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും കഴിഞ്ഞ 25 വർഷം പിന്നിലേക്ക് നോക്കുമ്പോൾ
ഒരുപാട് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ബിസിനസ്സിലുണ്ടായിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള സ്പിരിറ്റിലൂടെ കണ്ടതുമൂലമാണ് 25 വർഷം പിന്നിടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. അതിന് പിന്നിൽ തീർച്ചയായിട്ടും എൻ്റെ മാത്രം ഒരു പ്രയത്നമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അനേകം സ്റ്റാഫുകൾ, മാനേജേഴ്സ്, അവരുടെയൊക്കെ ഒരു കഠിനാധ്വാനത്തിൻ്റെയും സമർപ്പണ ബോധത്തോടുള്ള അവരുടെ ഒരു ഒത്തൊരുമയുടെയൊക്കെ ഫലമായിട്ടാണ് ഇന്ന് 25 വർഷമായിട്ട് ജയൻ്റെ ബിസിനസ് ഗ്രൂപ്പ് വിവിധ ഡിവിഷനുകളോടുകൂടി മൈഗ്രേഷന്, ഹയർ സ്റ്റഡീസ്, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോൺട്രാക്റ്റിംഗ് ആൻഡ് ട്രേഡിംഗ് തുടങ്ങി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെ ഇന്ന് ജയത്രയാത്ര തുടരുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു സാധാരണക്കാരന്റെ മകൻ ഒരുപാട് സ്വപ്നങ്ങളുമായി ജോലിക്കായി കുവൈറ്റിലേക്ക് വിമാനം കയറിയിരിക്കുന്നു. എന്നാൽ ഇന്ന് അയാൾ വന്നിരിക്കുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ സക്സസ്ഫുൾ ബിസിനസ്മാൻമാരിൽ ഒരാളായിട്ടാണ്. സോ സാറിന്റെ ഒരു ബിസിനസ് ലൈഫിലേക്കുള്ള ജേർണി എങ്ങനെയായിരുന്നു എന്നൊന്ന് വ്യക്തമാക്കാമോ? തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ദിയ ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഗവൺമെൻറ് രീതിയിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് ടെക്നീഷ്യനായിട്ട് ആണ് കുവൈറ്റിൽ 89 യാത്രയാകുന്നത്. എന്നാൽ എൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും മറ്റ് പല ആൾക്കാരുടെയും പ്രാർത്ഥനയുടെയും സപ്പോർട്ടിൻ്റെയൊക്കെ ഫലമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് നല്ല രീതിയിലൊരു പൊസിഷനിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എത്തുവാൻ കഴിഞ്ഞു. തന്മൂലം കുറേ അധികം സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഉന്നമനത്തിലെത്തിയപ്പോൾ ദൈവം നടത്തിയ വഴികളാണ് ഇതെന്ന് മനസ്സിലാക്കുവാനും, കാരണം എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവർ, കഴിവുള്ളവർ ഒരു ജോലിക്ക് വേണ്ടി വിഷമിക്കുമ്പോൾ എനിക്ക് ഇത്രത്തോളം അനുഗ്രഹം ലഭിപ്പാൻ ഞാൻ അതിനേക്കാളും വലിയ ഒരു വ്യക്തിയല്ല എന്നൊരു തോന്നലുണ്ടാവുകയും തന്മൂലം കൂടുതലായിട്ട് ദൈവവചനം പറയുന്നതിനൊക്കെ മറ്റ് ബസ്സുകളിലൊക്കെ, ബസ്സുകളെന്ന് ഉദ്ദേശിക്കുന്നത് ബാച്ചിലേഴ്സ് താമസിക്കുന്ന ഗൾഫുകളിൽ താമസിക്കുന്ന ഏരിയയാണ്, അവിടെ ഫുഡ് അക്കോമഡേഷൻ കൊടുത്ത് താമസിക്കുന്ന ബസ്സുകളിൽ പോയി ഇങ്ങനെയുള്ള നല്ല വചനങ്ങളൊക്കെ പറയുവാനുണ്ടാക്കി ഇടയായി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു ബസ്സിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ താമസിക്കുന്നവരിൽ ഏകദേശം 50% ആൾക്കാർ മാസങ്ങളായിട്ട് ജോലിയില്ലാതെ അവർക്ക് ഫുഡിന് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുകയും ആ സമയത്ത് പെട്ടെന്ന് മനസ്സിനകത്തൊരു ചിന്തയുണ്ടായി, എൻ്റെ അക്കൗണ്ടിൽ കുറേ അധികം പൈസ ഉണ്ട്, ഒരാൾക്കെങ്കിലും ഒരു ജോലി കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിൽ തോന്നുകയും അതനുസരിച്ച് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് അങ്ങനെ തീരുമാനിക്കുകയും, പ്രോഫിറ്റ് മോട്ടീവായിട്ടുള്ള രീതിയിലല്ല ബിസിനസ് അത് തുടങ്ങുന്നത്, ഒരാളെയെങ്കിലും സഹായിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു മുന്നിലുള്ളത്. അതിന് കാരണം നമ്മൾ സാമ്പത്തികമായിട്ട് ഒരാളെ സഹായിക്കുകയാണെങ്കിൽ നമ്മൾ സഹായിക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ എന്നേക്കുമായിട്ടൊരു ജോലി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്നേക്കും അതൊരു അത്താണിയായി മാറുമെന്ന് ചിന്തിച്ചതുകൊണ്ടാണ് ബിസിനസ് എന്ന ലെവലിലേക്ക് ഞാൻ ചിന്തിക്കുകയും എൻ്റെ കുടുംബത്തോടെ, പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയോടും എൻ്റെ അനിയന്മാരും 2 അനിയന്മാരും കുവൈറ്റിലുണ്ടായിരുന്നു, എൻ്റെ ഭാര്യയോടെയും ചോദിച്ചപ്പോൾ ആദ്യം അവർ ശക്തമായ രീതിയിൽ അതിനെ എതിർത്തു. കാരണം എൻ്റെ പിതാവും ഇവിടെ ഒരു ബിസിനസ്സും കാര്യങ്ങളും നടത്തി വളരെ പൊട്ടി കംപ്ലീറ്റ് കടക്കടയിലൊക്കെ ആയ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന ആ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ബിസിനസ് തുടങ്ങുന്നതിനെ തീർച്ചയായിട്ടും അവരും ശക്തമായിട്ട് എതിർത്തു. എന്നാൽ എൻ്റെ ലക്ഷ്യം ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ജോലി രാജിവെക്കാതെ തന്നെ സ്റ്റാഫുകളെ ഇരുത്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജോലി രാജിവെക്കുന്നില്ല എന്ന് കേട്ടപ്പോൾ അവർക്ക് സമാധാനമായി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ്സാണ് ജയൻ്റെ ബിസിനസ് ഗ്രൂപ്പ്. ഇന്ന് നാട്ടിലും കുവൈറ്റിലുമായിട്ട് 280-ലധികം കുടുംബങ്ങൾക്ക് അത്താണിയാവാനായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ ജയൻ്റെ ബിസിനസ് ഗ്രൂപ്പ് തുടങ്ങുവാനായിട്ടുള്ള എന്നെ പ്രചോദിപ്പിച്ചത്, അല്ലെങ്കിൽ എന്നെ ആ ലെവലിലേക്ക് ചിന്തിപ്പിക്കാനായിട്ട് ഇടയാക്കിയത് അത് തന്നെയാണ്. സാറ് കുവൈറ്റിൽ എത്തുന്നത് 1989 ജയന്റെ ബിസിനസ് ഗ്രൂപ്പ് ആരംഭിക്കുന്നത് 2001. സോ ഒരു എംപ്ലോയിൽ നിന്നും ഒരു ബിസിനസ് മാനിലേക്കുള്ള യാത്രയിൽ സാറിന്റെ വിദേശ ജീവിതാനുഭവങ്ങൾ എത്രത്തോളം സാറിനെ സഹായിച്ചു എന്നൊന്ന് വ്യക്തമാക്കാമോ? ഒരു എംപ്ലോയിൽ നിന്ന് ഒരു ബിസിനസ്മാനിലേക്കുള്ള യാത്രയിൽ എൻ്റെ പരിചയം എന്ന് വെച്ചാൽ ജോലിയിലുള്ള പരിചയം വളരെയേറെ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീരും. കാരണം എൻ്റെ ജോലിയോട് ബന്ധപ്പെട്ട് എനിക്ക് ഇതിനകത്ത് സഹായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഞാൻ ടെക്നിക്കൽ ആളാണ്. ബിസിനസ് എന്ന് പറഞ്ഞപ്പോഴും ഒരു അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ എൻ്റെ സുഹൃത്തുക്കൾ പലരും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളവർ ഉണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ പോയത് മൂലം അവിടെയുള്ള കൾച്ചറും അവിടെയുള്ള ആൾക്കാരുടെ ഇടപെടലും എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള പഠനം അല്ലെങ്കിൽ പഠിക്കുന്നതിന് എനിക്ക് ഒരുപാട് സഹായമായി തീർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഏകദേശം 30-ലധികം രാജ്യങ്ങൾ വിവിധ സമയങ്ങളിലായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെയുള്ള അനുഭവങ്ങൾ എന്നെ എൻ്റെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതിന്, അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളിലും, കാരണം ഞാൻ പറഞ്ഞല്ലോ ടെക്നീഷ്യനായിട്ട് തുടങ്ങിയതെങ്കിലും നല്ലൊരു പൊസിഷനിലായിട്ടാണ് ഞാൻ ബിസിനസ്സിൻ്റെ രംഗത്തേക്ക് ഇറങ്ങുന്നത്. 2000 ആണ്ടിൽ ഞാൻ കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്തു.
2001 തിരിച്ചു വന്നാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കാനഡയിൽ പോയപ്പോഴും അവിടെയും കൂടുതൽ ആൾക്കാർ ബിസിനസ് രംഗത്തുള്ളവരാണെന്നാണ് കണ്ടത്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരും പല ആൾക്കാരും നഴ്സിംഗ് ഫീൽഡ് അല്ലാത്ത പല ആൾക്കാരും സെൽഫ് എംപ്ലോയിഡോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ യാത്ര തീർച്ചയായിട്ടും എനിക്ക് വളരെയേറെ സഹായകരം ഇക്കാര്യത്തിനുണ്ടായിട്ടുണ്ട്. സോ ഒരു ഓൺട്രപ്രണർ എന്ന നിലയിൽ ആദ്യകാലത്ത് നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു സാറിന്? തീർച്ചയായിട്ടും ധാരാളം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതമായ കാര്യമാണ്. കാരണം ഒരു ബിസിനസ് എങ്ങനെ നടത്തണമെന്നുള്ളതിനെ പറ്റി ഒരു ധാരണയും എനിക്ക് നേരത്തെ ഇല്ലായിരുന്നു. എൻ്റെ പിതാവ് ഒരു ചെറിയ ബിസിനസ് നാട്ടിലുണ്ടായിരുന്നു എന്ന് അപ്പനമായിട്ട്, അത് പക്ഷേ എൻ്റെ കുഞ്ഞുനാളിൽ തന്നെ അത് പൊട്ടി എല്ലാം പോയെങ്കിൽ പോലും ഒരു ബിസിനസ് പ്രത്യേകിച്ച് വിദേശ രാജ്യത്താണ് ആദ്യം ഞാൻ കുവൈറ്റിലാണ് ആദ്യം തുടങ്ങുന്നത്. അവിടെ ഒരു ബിസിനസ് തുടങ്ങി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, കാരണം അവിടെ സ്പോൺസർഷിപ്പിൻ്റെ ആവശ്യമുണ്ട്, മറ്റ് പല കടമ്പകളും അവിടെയുണ്ട്. നാട്ടിൽ തുടങ്ങുന്ന പോലെ സുപ്രഭാതത്തിൽ നമുക്ക് തുടങ്ങുവാൻ പറ്റുകയില്ല. എന്നാൽ ആ കടമ്പകളൊക്കെ കടന്ന് ഞാൻ ബിസിനസ് തുടങ്ങി. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ കംപ്ലീറ്റ് തീർന്നു. ഒരു ബിസിനസ് എനിക്കുണ്ടായില്ല. കാരണം 10-20 വർഷം ഞാൻ ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും തീർന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി. പക്ഷെ അപ്പോഴും ഞാൻ പിന്മാറാൻ ഒരുക്കമല്ലായിരുന്നു. കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും എമൗണ്ടുകൾ ഞാൻ പിന്മാറിക്കഴിഞ്ഞാൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോകും എന്ന ചിന്തയുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയാൻ കഴിയും, ആ സമയത്താണ് ഞാൻ ജോലി രാജിവെക്കുന്നത്. കാരണം എൻ്റെ പൂർണ്ണ കോൺസെൻട്രേഷൻ ബിസിനസ്സിന് വേണമെന്ന് തോന്നി. ആ സമയത്ത് ജോലി രാജിവെച്ചത് വലിയ റിസ്ക് ആയിരുന്നു. പക്ഷേ റിസ്ക് എടുക്കാതെ നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിയത്തില്ല. കാരണം ആരെങ്കിലും റിസ്ക് എടുക്കാതെ എന്തെങ്കിലും ലഭിക്കുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നത് ഒരിക്കലും അത് വളരെ അപ്രസക്തമായ കാര്യമാണത്. അപ്പം അങ്ങനെ പൂർണ്ണമായിട്ട് ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഏകദേശം 4 വർഷത്തോളം എടുത്തു എനിക്ക് ഒരു ബേസ് ലെവലിലേക്ക് ഇതിനെ കൊണ്ടുവരുവാനായിട്ട്. ഇന്ന് പലപ്പോഴും ബിസിനസ്സുകാർ പരാജയപ്പെടുന്നതിന് കാരണം അവർ ബിസിനസ് തുടങ്ങി 4, 5, 6 മാസം കഴിയുമ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ അത് വരുന്നില്ല എന്ന് കാണുമ്പോൾ മറ്റ് നിവൃത്തിയില്ലാതെ അവരത് ക്ലോസ് ചെയ്യുന്നത് മൂലം അവർക്ക് സാമ്പത്തിക നഷ്ടവും മാനസിക പ്രയാസവും എല്ലാം ഉണ്ടായിട്ട് കംപ്ലീറ്റ് അവർ തകർന്നു പോകുന്ന അവസ്ഥയിലാണ്. ഞാനെപ്പോഴും അങ്ങനെയുള്ള അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ചിന്തിക്കണം, ഇത് റിസ്ക്കാണ്, ഇത് മുന്നോട്ട് കൊണ്ടുപോകണമോ. അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഇത്ര പ്രയാസമുള്ളതാണെങ്കിലും ഒരിക്കലും പിന്നെ അത് വിടരുത്. വിട്ടു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് തകർന്നു പോകുമെന്ന് ഞാൻ പറയാറുണ്ട്. ഞാനും അത് തന്നെയാണ് ചെയ്തത്. ഞാൻ അന്ന് കംപ്ലീറ്റ് പൈസയും കാര്യങ്ങളെല്ലാം തീർന്നപ്പോഴും ബിസിനസ് ഒന്നും ലഭിക്കാതെ ഇരുന്നപ്പോഴും ഞാൻ അന്ന് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിരുന്നുവെങ്കിൽ ഒരിക്കലും എനിക്ക് 2025 ആണ്ടിൽ ഇതേ രീതിയിൽ എനിക്ക് നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. ഞാൻ ആ വെല്ലുവിളികളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ജയൻ്റെ ബിസിനസ് ഗ്രൂപ്പ് എന്ന ലെവലിലേക്ക് എത്തുവാൻ കഴിഞ്ഞത്. സാർ, ഒരു ബിസിനസിന്റെ വിജയത്തിന് ക്യാപിറ്റൽ ആണോ അതോ വിഷൻ ആണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? തീർത്തും കാര്യപ്രസക്തമായ ഒരു ചോദ്യമാണിത്. കാരണം ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് പണമുണ്ടായെങ്കിൽ എന്ത് ബിസിനസ്സും തുടങ്ങാമെന്നുള്ളത്. എന്നാൽ പലപ്പോഴും വിഷൻ ഇല്ലാത്തൊരാൾ എത്ര ക്യാപിറ്റൽ ഉണ്ടെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ അത് പരാജയപ്പെടുക തന്നെ ചെയ്യും. കാരണം ക്യാപിറ്റലിനെക്കാട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് ബിസിനസ് തുടങ്ങുന്നതിന് അതിനെപ്പറ്റിയുള്ള വിഷൻ വേണം എന്നുള്ളതാണ്. വിഷൻ വേണമെന്ന് മാത്രമല്ല, ക്ലാരിറ്റിയോടുകൂടിയുള്ള വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ബിസിനസ് സക്സസ് ആവുകയുള്ളൂ. കാരണം ക്യാപിറ്റൽ ഇല്ലെങ്കിലും നമ്മൾക്ക് വിഷൻ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ക്യാപിറ്റൽ വന്നിരിക്കും. കാരണം ആ ക്യാപിറ്റൽ എങ്ങനെ കൊണ്ടുവരണമെന്നുള്ളത് വ്യക്തമായിട്ട് ആ വിഷനിലൂടെ അയാൾക്ക് അറിയാം. അതനുസരിച്ച് അയാൾ പ്രവർത്തിക്കുമ്പോൾ, അതനുസരിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും അത് നമ്മളിൽ വന്നു ചേരും. എന്നാൽ വിഷൻ ഇല്ലാത്ത ഒരാൾ എത്ര ക്യാപിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞാലും ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ 90% അത് പരാജയപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ക്യാപിറ്റലിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വിഷൻ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. സാറിന്റെ ബിസിനസ് ലൈഫിലെ പരാജയങ്ങളും നേട്ടങ്ങളും സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സാറിന്റെ ഏതെങ്കിലും ഒരു അനുഭവം വ്യക്തമാക്കാമോ? ബിസിനസ് രംഗത്തെ പരാജയവും വിജയവും എന്ന് പറയുന്ന പോലെ തന്നെ ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലും അവൻ്റെ ഔദ്യോഗിക മേഖലയിലാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളിലാണെങ്കിലും പലപ്പോഴും നമ്മളുടേതായിട്ടുള്ള റിസ്കുകൾ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ അതൊരിക്കലും ഉന്നതിയിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ വിജയത്തിലേക്ക് പോകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെയാണ് ബിസിനസ് രംഗത്തും. ബിസിനസ് രംഗത്ത് നമ്മൾ പരാജയം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഏത് രംഗത്തിലും നമ്മൾ ഇറങ്ങേണ്ടത്. ഇല്ല എങ്കിൽ എനിക്ക് മുന്നിൽ വിജയം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ആരിറങ്ങുന്നുവോ അവർ തീർച്ചയായിട്ടും പരാജയപ്പെട്ടിരിക്കും. കാരണം
അവർക്കെപ്പോഴും നല്ല പ്രതീക്ഷയോടുകൂടി, പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവരതിൽ നിന്ന് പെട്ടെന്ന് അപ്സെറ്റായി കംപ്ലീറ്റ്ലി ഡൗൺ ആയിപ്പോയി അവർക്കൊരിക്കലും പിന്നെ അതിൽ തിരിച്ചു കയറാൻ കഴിയാതെ വരും. എന്നാൽ എൻ്റെ മുമ്പിൽ പ്രതിസന്ധി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രതിസന്ധിയെ തരണം ചെയ്യുന്ന ആത്മവിശ്വാസത്തോടെ നമ്മൾ പോകുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധികൾ തീർച്ചയായിട്ടും നമുക്ക് അതിജീവിക്കുവാൻ കഴിയും. കോവിഡിന് 2 വർഷം മുമ്പ് എൻ്റെ ബിസിനസ് വളരെ പരാജയത്തിലൂടെ പോയി. ഒരു ഹ്യൂജ് സാമ്പത്തിക ബാധ്യതയിൽ, കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യതയിലൂടെ ഞാൻ കടന്നുപോയി. എന്താ ചെയ്യേണ്ടു എന്നറിയാതെ വിഷമിച്ച സാഹചര്യങ്ങൾ ഒരു പ്രാവശ്യം അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കോവിഡ് സമയത്ത് വളരെ ഭയാനകമായ രീതിയിൽ എൻ്റെ ബിസിനസ് കംപ്ലീറ്റ് തകർന്നടിഞ്ഞു. ഈവൻ ഓഫീസിൻ്റെ റെൻറ്റ് കൊടുക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയ സാഹചര്യം ഉണ്ടായി. എന്നാൽ അവിടെയും ഞാൻ ഒരു കാര്യത്തിൽ വിശ്വസിച്ചു, ദൈവം എന്നൊരു ശക്തിയുണ്ട്, എവിടെയെങ്കിലും വഴികൾ തുറന്നു തരും. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ പോകുമെന്ന് ചിന്തിച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ആ സമയത്ത് എൻ്റെ ഭാര്യയും എൻ്റെ അനിയന്മാരും എല്ലാം ഇത് ക്ലോസ് ചെയ്യണം, ഇല്ലെങ്കിൽ വളരെ ഭയാനകമായ രീതിയിലേക്ക് പോകുമെന്ന് അഡ്വൈസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ദൈവം തമ്പുരാൻ വഴികളെ ഒരുക്കി തരും. കാരണം നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ചെയ്യാതെ സഹായമേ ചെയ്തിട്ടുള്ളൂ. തൽഫലമായിട്ട് കോവിഡ് കഴിഞ്ഞ് 2021 ആയപ്പോഴത്തേന് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് എനിക്ക് ബിസിനസ്സുകൾ വന്നു. ആ കോവിഡ് സമയത്ത് ഞാൻ നിലനിന്നത് 2-3 സുഹൃത്തുക്കൾ, അവരുടെ പേര് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഒരു രബി വാരിക്കാട്, തിരുവല്ലാക്കാരൻ രബി വാരിക്കാട്, എൻ്റെ അവിടെ ബദർ അൽ മുത്തേരി എന്നും പറഞ്ഞൊരു ആർമി ഓഫീസർ, കാനഡയിലുള്ള ഞങ്ങളുടെ മൈഗ്രേഷൻ ഹൈ സ്റ്റഡീസിൻ്റെ ലോയർ ഒരു പുനലൂക്കാരൻ ഒരു ജോർജ് മാത്യു, അവരൊക്കെ സഹായഹസ്തവുമായിട്ട് എൻ്റെ കോടികൾ തന്ന് എന്നെ സഹായിച്ചു. ഒരു രേഖയുമില്ലാതെ എന്നെ സഹായിച്ചവരാണ്. ഞാൻ വിശ്വസിക്കുന്നു അവരെല്ലാം എന്നെ സഹായിക്കാനായിട്ട് എത്തിയത് ദൈവം അവരെ അയച്ചതായിട്ടാണ്. കാരണം ഞാൻ അവരോട് സാമ്പത്തിക സഹായം ചോദിക്കാതെ ഓഫീസിൽ വന്നപ്പോൾ എൻ്റെ പ്രതിസന്ധി മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് സഹായം വാഗ്ദാനം ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പം ദൈവം ഒരാളെ താർക്കരുത് അല്ലെങ്കിൽ താങ്ങി നിർത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ എവിടെ നിന്നെങ്കിലും നമ്മൾ അറിയാത്ത ആൾക്കാർ, എന്നാൽ ഞാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച പല ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും സഹായമായിട്ട് വന്നില്ല. എന്നാൽ എന്നെ സഹായിച്ച 3 പേര് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ്. അത് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അവർക്ക് തോന്നിപ്പിച്ചതനുസരിച്ച് അവർ എന്നെ സഹായഹസ്തമായിട്ട് വന്നു. അതുമൂലമാണ് വീണ്ടും എനിക്ക് നിലനിൽക്കാൻ കഴിയത്. 1.5 വർഷം കൊണ്ട് തന്നെ ഈ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യത എനിക്ക് ഇത് ചെയ്തതിന് ശേഷം വളരെ പഴയതിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഈ പരാജയം എന്നുള്ളത് ഒരിക്കലും ഉണ്ടാകത്തില്ല എന്ന് ഒരു ബിസിനസ്സുകാരനും ചിന്തിക്കാനോ പറയുവാനോ കഴിയുകയില്ല. ഏത് സമയത്തും പരാജയം ഉണ്ടാകാം. എന്നാൽ അതിനെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, അതിനെ എങ്ങനെ നേരിടുന്നു എന്നതിനെ ബേസ് ചെയ്താണ് അവൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അതിന് ഒരു ഉത്തേജനമായി മാറുന്നത്. ജെ ബിസിനസ് ഗ്രൂപ്പിന്റെ 25 വർഷത്തെ വിജയകരമായ യാത്രയിൽ സാറിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ ഒരു നേട്ടം എന്താണ്? ജെ 25 വർഷത്തെ യാത്രയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രയാസവും സന്തോഷവും ഒക്കെ ഇടകലർന്ന ഒരു മൂമെൻ്റ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. എന്നാൽ 2010-ലും 2011-ലും എനിക്ക് 2 ഇൻ്റർനാഷണൽ അവാർഡ് ലഭിക്കുകയുണ്ടായി. അത് സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ സോഷ്യൽ വർക്കിനെ റിലേറ്റഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ ചാരിറ്റി വർക്കിനെയൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് അവാർഡ് കിട്ടിയിട്ടുള്ളതെങ്കിൽ പോലും എനിക്കത് ആ അവാർഡ് നേടുവാനിടയായത് എൻ്റെ ബിസിനസ്സിനകത്തുള്ള ഇൻകം ഞാൻ ചാരിറ്റിക്കും മറ്റു കാര്യങ്ങൾക്കും പ്രയോജനപ്പെടുത്തിയത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ആ ഒരിക്കലും അവാർഡ് എനിക്ക് ലഭിക്കുകയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ 2 നിമിഷങ്ങളായിരുന്നു. ഒന്ന്, 2010 ബ്രിട്ടീഷ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററിൽ നിന്നും ലണ്ടനിൽ വെച്ച് എനിക്ക് ഏഷ്യ പസഫിക് അവാർഡ് ലഭിക്കാനിടയായതും 2012 നേപ്പാൾ പ്രധാനമന്ത്രിയിൽ നിന്നും ഗ്ലോറി ഓഫ് ഇന്ത്യ അവാർഡ് ലഭിക്കുവാൻ ഇടയായതും ഈ ബിസിനസ്സിനെ ബേസ് ചെയ്ത് തന്നെയാണ്. ജയന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. സോ അതിനെപ്പറ്റി ഒന്ന് വ്യക്തമാക്കാമോ? ജയന്റെ തുടങ്ങിയത് തന്നെ വളരെ പ്രോഫിറ്റ് മോട്ടീവ് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയല്ല. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുകയും അതോടൊപ്പം തന്നെ സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജയൻ്റെ തുടങ്ങിയത് തന്നെ. അങ്ങനെയാണ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഒരു ചാരിറ്റി ട്രസ്റ്റ് ഞങ്ങൾ ഫോം ചെയ്തിരുന്നു. ജയൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തു.
അതനുസരിച്ച് ജയൻ്റെയിലേക്ക് വരുന്ന ഈ പ്രോഫിറ്റിൻ്റെ 10% ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ നീക്കി വെക്കാറുണ്ട്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ചാരിറ്റി പ്രവർത്തനവും അതോടൊപ്പം തന്നെ സുവിശേഷ പ്രവർത്തനം, ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അത് മാറ്റിവെച്ചത്. അതുപോലെ ധാരാളം രോഗികളെ സഹായിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പല ആൾക്കാരിലേക്ക് സഹായം പല രീതിയിൽ എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വലിയ വലിയ കൺവെൻഷനുകൾ എനിക്ക് നടത്തുവാനായിട്ട് എൻ്റെ നാട്ടിൽ എനിക്ക് നടത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു കൃപയും അനുഗ്രഹവും കൊണ്ട് മാത്രമാണ് എന്നാണ്. സാറിന്റെ ബിസിനസിനെ പറ്റി പറഞ്ഞു, ജീവിത അനുഭവങ്ങൾ പറഞ്ഞു. അപ്പോൾ സാറിന്റെ ഫാമിലിയെ പറ്റി ഇതുവരെ ഒന്നും പറഞ്ഞില്ല. സോ ഒരു ബിസിനസ്മാൻ ആകണം എന്നുള്ള ഒരു ആഗ്രഹത്തെ സാറിന്റെ ഫാമിലി എങ്ങനെയാണ് പിന്തുണച്ചത്? എൻ്റെ ഒരു പർപ്പസ് മറ്റുള്ളവരെ സഹായിക്കുക കൂടിയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എൻ്റെ സഹോദരങ്ങളാണെങ്കിലും എൻ്റെ ഭാര്യയാണെങ്കിലും ഇതിനെ ആദ്യകാലങ്ങളിൽ സപ്പോർട്ട് ചെയ്തത്. ഇപ്പോഴും എൻ്റെ ഭാര്യയ്ക്ക് ബിസിനസ് എങ്ങനെയും അടയ്ക്കണമെന്നുള്ള ചിന്താഗതിയിൽ നടക്കുന്ന ഒരാളാണ്. കാരണം ഷി വാണ്ട് എ പീസ് ഓഫ് മൈൻഡ്. എന്നാൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെ ഒരിക്കലും എൻ്റെ ഭാര്യ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. ആ സപ്പോർട്ട് എപ്പോഴും എനിക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒരിക്കലും നോ എന്ന് പറയാനോ ഇതെടുക്കാൻ എന്നെ തടസ്സപ്പെടുത്താനോ എൻ്റെ ഭാര്യ ശ്രമിക്കാത്തത് കൊണ്ടാണ് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. എനിക്ക് 2 മക്കളാണുള്ളത്. 2 പെൺകുട്ടികളാണ്. അവരും ഞങ്ങൾ 2001 ഞാൻ കാനഡിയൻ റെസിഡൻറ്റ് PR ഒക്കെ എടുത്തപ്പോൾ എൻ്റെ മക്കളെ അവിടെ വിട്ട് പഠിപ്പിക്കാമെന്നുള്ള ചിന്തയിലാണ് അങ്ങനെ എടുത്തത്. പക്ഷേ അവർ 12th വരെ കുവൈറ്റിൽ പഠിച്ചു. എൻ്റെ മൂത്ത മോള് കെമിസ്ട്രിക്കൊക്കെ ഗൾഫിൽ ടോപ്പറായിരുന്നു. അത്രമാത്രം വളരെ സ്റ്റുഡൻ്റായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അവൾക്ക് കാനഡയിൽ തന്നെ വലിയ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള സാഹചര്യമൊക്കെ ഒരുങ്ങി അഡ്മിഷനെല്ലാം കിട്ടി. പക്ഷേ അവൾ പറഞ്ഞു എനിക്ക് നാട്ടിൽ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് എന്നെ നിർബന്ധിച്ച് നാട്ടിലെ ബാംഗ്ലൂരിൽ രാമയ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ചേർത്തു. അതുപോലെ 2nd റാങ്കോടുകൂടി പാസ്സായി. അത് കഴിഞ്ഞപ്പോൾ കുവൈറ്റിൽ തന്നെ അവൾക്കൊരു ജോലി ശരിയായി. പക്ഷേ അവൾ പറഞ്ഞു എനിക്ക് കുവൈറ്റിനും വേണ്ട ഒന്നും വേണ്ട, എനിക്ക് നാട്ടിൽ 7 വർഷം ഐ വാണ്ട് ടു ഡെഡിക്കേറ്റഡ് മൈ ലൈഫ് ഫോർ ദ പുവർ പീപ്പിൾ, സോഷ്യൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് തീരുമാനമെടുത്തു. ആദ്യമൊക്കെ ഒരുപാട് ശക്തമായ രീതിയിൽ ഞാൻ എതിർത്തെങ്കിൽ തന്നെയും അവളുടെ സ്റ്റേൺ ഡിസിഷന് മുന്നിൽ എനിക്ക് തൽക്കാലത്തേക്കാണെങ്കിലും വഴങ്ങേണ്ടി വന്നു. ഞാൻ ആദ്യം വിചാരിച്ചു 2-3 മാസം കഠിനാധ്വാനമൊക്കെ കാണുമ്പോൾ തിരിച്ചു വരുമെന്നുള്ള, പക്ഷേ അവൾ കൂടുതൽ കമ്മിറ്റഡായി. അപ്പോൾ പാവങ്ങളെ സഹായിക്കുക എന്നുള്ള ടീച്ച് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിൽ ജമീന്ദാർമാരുടെ വേലക്കാരുടെ ജോലിക്കാരുടെ മക്കളെയൊന്നും അവർ സ്കൂളിൽ വിടത്തില്ല. അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ കൂടെ നിന്ന് സ്കൂളിൽ പോകുന്നതിൻ്റെ ആവശ്യകതയും മൂല്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ മുന്നോട്ട് നയിക്കുക എന്നുള്ള ദൗത്യമായിരുന്നു അവളുടേത്. അത് അവൾ ആൾമോസ്റ്റ് 6-7 വർഷം 5-6 വർഷത്തോളം അവൾ നേടി. ആ ലെവലിലാണ് അവൾ നല്ല രീതിയിൽ ഈവൻ WHO മെൻ്റൽ ഹെൽത്തിനെ പറ്റി ഒരു ഡിബേറ്റ് നടന്ന ഇന്ത്യയെ പ്രതികരിച്ചത് അവളാണ്. ദലൈലാമ ന്യൂഡൽഹിയിൽ വെച്ച് വേൾഡ് യങ് ലീഡേഴ്സിൻ്റെ ഒരു കോൺഫറൻസ് വിളിച്ചപ്പോൾ ഷി വാസ് ദ വൺ ഓഫ് ദ കീനോട്ട് സ്പീക്കർ. കോവിഡ് സമയത്ത് അവൾ 2 ഇടത്തുനിന്ന് ഒന്നിച്ച് PG എടുത്തു. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG എടുത്തു. അതുപോലെ തന്നെ ബോംബെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും PG ഒരുപോലെ ഒരേ സമയത്ത് 2 PG എടുത്തു. അങ്ങനെ 2 മാസ്റ്റേഴ്സ് അവൾ ആണ്. ഇന്ന് അവൾ ഡ്രഗ് അഡിക്റ്റിനെയും ഡൈവേഴ്സുകാരെയും ആൾക്കാർ ഒരുപാട് പെരുകുന്നത് മൂലം ആ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി അവൾ സ്വന്തമായിട്ടൊരു കമ്പനി രൂപീകരിച്ചു. കസബു പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് സ്വന്തമായിട്ടൊരു കമ്പനി ഡൽഹിയിൽ രൂപീകരിച്ചു. അതിൻ്റെ പ്രവർത്തനമായിട്ട് ആണ് മൂത്ത മോള് പോകുന്നത്. 2ാമത്തെ അവൾ ഇതേപോലെ തന്നെ ആർക്കിടെക്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അവളും പറഞ്ഞു 7 വർഷം എനിക്ക് സോഷ്യൽ വർക്കിന് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ അവളും റീബിൽഡ് ഇന്ത്യ എന്നും പറഞ്ഞൊരു NGO ഓർഗനൈസേഷൻ വഴി നോർത്ത് ഇന്ത്യയിലൊക്കെ തകർന്നടിഞ്ഞ വില്ലേജുകൾ റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി പോയി. അങ്ങനെ ആ ലെവലിൽ ഇപ്പോഴും അവൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ 2 പെൺകുട്ടികളും അങ്ങനെ കൂടുതൽ സമയം പാവങ്ങളെ സഹായിക്കാതിന് സോഷ്യൽ വർക്കിന് വേണ്ടി മൂവ് ചെയ്ത് പോവുകയാണ്. ഇവർ 3 പേരും തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് എൻ്റെ ഏത് തീരുമാനങ്ങൾക്കും എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അത് ചില തീരുമാനങ്ങൾ വളരെ പരാജയപ്പെടുത്ത തീരുമാനമാണെങ്കിൽ പോലും അവരെന്നോടൊപ്പം നിന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ 2 സഹോദരങ്ങൾ 2 സഹോദരിമാർ 2 പേര് അവർ 4 പേരുണ്ട് എനിക്ക്. അവരും ഇപ്പോഴും എനിക്ക് പിൻബലമായിട്ട് അവർ കൂടെ ഉണ്ടായിരുന്നു. ദൈവം അതും എനിക്ക് തന്ന വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി വളർന്നു വരുന്ന ഓൺട്രപ്രണേഴ്സിനോട് സാറിന് എന്തൊക്കെ ടിപ്സ് ആണ് കൊടുക്കാനുള്ളത്? തീർച്ചയായിട്ടും യുവ സംരംഭകരോട് എനിക്ക് പറയാനായിട്ടുള്ള ഒറ്റ അഡ്വൈസേ ഉള്ളൂ. നിങ്ങൾ ബിസിനസ് രംഗത്തേക്ക് വരുന്നത് അത് നിങ്ങളുടെയും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെയും രാജ്യത്തിൻ്റെയും വളർച്ചയ്ക്ക് നിങ്ങൾക്ക് നല്ല സംഭാവന കഴിയുന്നതാണ്. എന്നാൽ ബിസിനസ് രംഗത്തേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ അതിനുവേണ്ടി എക്വിപ്ഡ് ആണോ,
അതിനുവേണ്ടിയുള്ള വിഷൻ നിങ്ങളിലുണ്ടോ, അല്ലെങ്കിൽ വിഷൻ ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ അതിനുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണോ ഞാൻ എന്താണ് ചെയ്യാൻ വരുന്നത് എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടോ? അതോടൊപ്പം തന്നെ അതിനുവേണ്ടിയുള്ള ക്യാപിറ്റൽ, ഒരു എക്സ്ട്രാ ക്യാപിറ്റൽ നമ്മൾ ആവശ്യമുള്ളതിന് അപ്പുറമായിട്ട് ക്യാപിറ്റൽ, കാരണം 6 മാസമെങ്കിലും നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് റിസർവ് ഉണ്ടോ? ഈ കാര്യങ്ങളെല്ലാം സെക്യൂർ ചെയ്തിട്ട് മാത്രമേ ബിസിനസ് രംഗത്തേക്ക് വരാൻ ഇടയാകാവൂ. ആത്മാർത്ഥമായി അധ്വാനിച്ചാൽ ഏതൊരാൾക്കും സ്വന്തം സ്വപ്നങ്ങൾ നേടിയെടുക്കാമെന്ന് തെളിയിച്ച ശ്രീ ജോയി ജോൺ തുരുത്തിക്കരയുടെ ജീവിതം നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. കേരള വിഷന് വേണ്ടി സാറിന്റെ തിരക്കേറിയ സമയം മാറ്റിവെച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇന്നിവിടെ വരാനും സാറിന്റെ ജീവിതാനുഭവങ്ങളെല്ലാം കേൾക്കാനും സാധിച്ചതിൽ അതിലേറെ സന്തോഷമുണ്ട്. സോ താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു.